ഞാനാകെ പോയത് 2 കോൺഗ്രസ് സമ്മേളനങ്ങളിലാണ്. കോൺഗ്രസിൻ്റെ സംഘടന ഉണ്ടാക്കിയതല്ല, അവരുടെ സാംസ്കാരിക സമിതിയാണ്. ഒന്ന് തിരുവനന്തപുരത്ത് ഗാന്ധിജിയും ശ്രീനാരായണഗുരുവും തമ്മിലുള്ള സംഗമം. പ്രസംഗിക്കാൻ എന്നെ വിളിച്ച് എൻ്റെ അംഗീകാരമല്ലേ, അവർക്ക് എന്നെ വേണേൽ വിളിക്കാതിരുന്നൂടെ. ഞാൻ പോയി പ്രസംഗിച്ചത് അതുപോലെ തന്നെ ശിവഗിരി മഠത്തിൻ്റെ മാസികയിൽ അച്ചടിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് കണ്ടുപിടിക്കണം. നിങ്ങൾ നിങ്ങളുടെ ടെലിവിഷൻ കൂടി ഇവർ ആരോപണം ഉന്നയിക്കുന്നതല്ലേ, നിങ്ങൾ കുറച്ച് ഭാഗം കൊടുക്കുക. അവരെടുത്ത് പ്രസിദ്ധീകരിച്ചു. അവിടെ കോൺഗ്രസിനെ എവിടെ പോയിച്ചേക്കുന്നത്? കോൺഗ്രസിനെ പോഴത്തനാണ് കോൺഗ്രസിനെ വേദിയിൽ പോണത്. കോൺഗ്രസിനെ പോഴത്തന്നെ കോൺഗ്രസിനൊക്കെ ചേർന്നാൽ പോലെ. വെളിയിൽ നിന്ന് എന്തിനാ CPM എന്തുകൊണ്ട് എന്തിനാ പോഴുന്നതിന് വല്ല പ്രയോജനമുണ്ടോ? വീട്ടിൽ തന്നെയല്ലേ പറയും. രണ്ടാമത് കോൺവെന്റ് സ്ക്വയറിൽ എന്താ വിഷയം? രാഷ്ട്രീയവും സംസ്കാരവും വിഷയമാണ്. സെമിനാറാണ്. സെമിനാറിൽ നമുക്ക് പങ്കെടുക്കാം. BJP പോവില്ല. മറ്റെല്ലാ പാർട്ടികളുടെയും പോകാം, BJP പോവില്ല. മുസ്ലിം ലീഗിന് വേണമെങ്കിലും പോകാം, BJP പോവില്ല. കാരണം BJP അങ്ങനെയാണ് പാർട്ടി കോൺഗ്രസ് വിലയിരുത്തി. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താത്വികമായുള്ള ശത്രു, അല്ല വ്യക്തിപരമല്ല. BJPക്കാരോട് വ്യക്തിപരമായിട്ട് അവിടെ പോയി ഞാൻ സംസാരിച്ചു. അടിയന്തരാവസ്ഥയെ നിശ്ചിതമായി ഞാൻ വിമർശിച്ചു. അടിയന്തരാവസ്ഥയെ കോൺഗ്രസ് തള്ളിപ്പറയാത്തതുകൊണ്ടാണ് കോൺഗ്രസ് എഴുന്നേറ്റം പിടിക്കാത്തത്. അത് തള്ളിപ്പറയാതെ രക്ഷപ്പെടത്തില്ല എന്ന് ഞാൻ അവരുടെ മുഖത്ത് നോക്കി പറഞ്ഞു. അവർ കൈയൊടി. ചിദംബരം ഇപ്പം പറഞ്ഞു അടിയന്തരാവസ്ഥ ശരി, അയാളെ കൊല്ലാൻ പോവുക കോൺഗ്രസ്. ഇപ്പോൾ കോൺഗ്രസിന് വല്ല മാറ്റമുണ്ടോ? മെലിഞ്ഞിട്ടും വല്ല മാറ്റമുണ്ടോ? അടിയന്തരാവസ്ഥ ബോധമായിരിക്കുന്നത് ഇപ്പോഴും. മനസ്സിലായോ? ഇപ്പോൾ ബാലനെയും സഹിച്ചറിയാനും അവർ സെമിനാറിന് വിളിക്കുന്നത് ഞാനാണ് ഉത്തരവാദി. ഞാൻ സംസാരിക്കുന്നതുകൊണ്ട് അവർ സംസാരിക്കുന്നതുകൊണ്ട് ആ സ്റ്റേജ് അനുസരിച്ച് ബഹുമാനിച്ചുകൊണ്ട് എൻ്റെ രാഷ്ട്രീയം ഞാൻ പറയും. അതുകൊണ്ട് തന്നെ വിളിക്കുന്നത്. ഇപ്പം ചന്ദ്രചൂഡൻ്റെ അവാർഡ് എനിക്ക് വരുന്നു. TJ ചന്ദ്രചൂഡ് തുറന്നു പറയുന്ന ആളല്ലായിരുന്നു. അവരെതിരെ എനിക്കത് ഞാൻ ശുപാർശ ചെയ്തു. ഞാനൊന്നും ശുപാർശ ചെയ്തില്ലല്ലോ. സൂപ്പർ അലിക്കോടിൻ്റെ പേരിലുള്ള അവാർഡ് എനിക്ക് അമ്പലപ്പുഴ വെച്ച് ഞങ്ങളുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് P. സുധാകരൻ്റെ പേരിലുള്ള അവാർഡ് തന്നു. അവാർഡ് എനിക്ക് കൊടുക്കരുത്, P. സുധാകരൻ്റെ G. സുധാകരൻ വിമർശിച്ചിട്ടുണ്ടെന്നുള്ള നേതാവ് വിളിച്ചു പറഞ്ഞു കൊടുത്തു ആലപ്പുഴയിൽ. വല്ല കാര്യമുണ്ട് അവർക്ക്? ആ കുടുംബം തീരുമാനിച്ചാൽ അവരുടെ മറുപടിയും പറഞ്ഞു. അപ്പോൾ എന്താ ഇങ്ങനെ നടക്കുന്നത്? This small group of political criminals, they are afraid of something. They earn money, they earn positions, they live lavishly, luxuriously. They want to travel, they want to amass modern facilities. They don't want to hear any speech against corruption. If one speaks against corruption, he should be stopped. അല്ലാതെ ഞാനെന്ത് കുറ്റം ചെയ്തിട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ സമയത്ത് തന്നെ സാറ് ഒന്നിച്ചുള്ള പോസ്റ്റർ പരസ്യമായി കീറിക്കളഞ്ഞിട്ട് മറ്റു പോസ്റ്റർ ഒട്ടിക്കുന്നു. അന്നേ ഇതിനെ തടയിടേണ്ടതല്ലായിരുന്നു. ഇത് ഞാനല്ലല്ലോ കീറിയത്. അത് കീറിയത് ആ സ്ഥാനാർത്ഥി തോക്കണമെന്ന് ആഗ്രഹിക്കുന്ന പുറക്കാട്ടെ അശോകനല്ലേ, LC സെക്രട്ടറി. അവരല്ലേ കീറിയത്? അയാളല്ലേ കീറിയത്? അശോകൻ. അതൊന്നും സ്ഥാനാർത്ഥി തോക്കണം എന്നുള്ളതാണ് അയാൾ കീറിച്ചതാണ്. അതൊക്കെ എല്ലാവർക്കും അറിയാം. അങ്ങനൊന്നും തടയിടാൻ പറ്റില്ല. ഇതൊരു പ്രവണതയാണ്. ഇത് തടയണമെങ്കിൽ സജീച്ചറിയാൻ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉത്തരവാദിത്വം നിർവഹിക്കുകയും ആലപ്പുഴയിൽ വരികയും ഇവിടെ നടക്കുന്ന കാര്യം ഈ ഫേസ്ബുക്ക് പോസ്റ്റെല്ലാം വായിക്കുകയും എൻ്റെ അച്ഛനെ വിളിച്ച് എന്തിനാണ്, എൻ്റെ അച്ഛൻ എന്ത് പഠിച്ചു. അപ്പോൾ ഇത് രാഷ്ട്രീയമല്ല, സംഘടിതമായി തീരുമാനം. പിന്നെ ഇവരെല്ലാം നമ്മൾ തിരിച്ചു വിളിക്കാനൊക്കത്തില്ല. ഇത് ബ്ലോക്ക് ചെയ്ത് അവരെ വിളിക്കാനൊക്കത്തില്ല.